ഫുട്ബോൾ പ്രേമികൾക്ക് കളിയോളത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ രാവിലെ ലോകകപ്പ് വേദിയിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നിന് കളമൊരുങ്ങുകയാണ്. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ജെയിലെ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയെ നേരിടുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമാണ് മെസ്സിപ്പട എന്നതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കുന്ന മത്സരമായിരിക്കും നാളെയെന്ന് ഉറപ്പാണ്. യുഎസിലെ കാൻസാസ് സിറ്റിയിലുള്ള വിഖ്യാതമായ ആരോഹെഡ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യൻ സമയം നാളെ കൃത്യം 6:30 ഈ മഹാപോരാട്ടം. ലയണൽ മെസ്സിയും കൂട്ടരും കിരീടം നിലനിർത്താൻ ബൂട്ട് കെട്ടുമ്പോൾ അപ്പുറത്ത് തടയാൻ നിൽക്കുന്നത് മരുഭൂമിയിലെ കുറുക്കന്മാർ എന്നറിയപ്പെടുന്ന അൾജീരിയൻ പടയാണ്. ഈ മത്സരം ആവേശഭരിതമാക്കാനുള്ള എല്ലാ ചേരുവകളും ഇവിടെയുണ്ട്. ലയണൽ സ്കലോണിയുടെ കീഴിലുള്ള അർജന്റീന അവരുടെ ഏറ്റവും മികച്ച 11-നുമായാണ് വരുന്നത്. ഇന്റർ മയാമിക്കു വേണ്ടി മിന്നും ഫോമിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് പോരാട്ടമാണിത്. ചെൽസിയുടെ മധ്യനിര താരം എൽസോ ഫെർണാണ്ടസും ഇൻഫോം സ്ട്രൈക്കർ ലൗട്ടാരോ മാർട്ടീനസും ചേരുമ്പോൾ ടീം കൂടുതൽ ശക്തമാകുന്നു. എന്നാൽ അവർക്ക് പ്രതിസന്ധികളുമുണ്ട്. പ്രതിരോധ താരം നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ പരിക്കേറ്റ് പുറത്തായത് ലെഫ്റ്റ് വിങ്ങിൽ വിള്ളലുണ്ടാക്കിയേക്കും. കഴിഞ്ഞ ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് തോറ്റ ചരിത്രം ഓർമ്മയിലുള്ളതുകൊണ്ട് അർജന്റീന നാളെ സർവ്വശക്തിയും പുറത്തെടുക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ അൾജീരിയയെ അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാനാകില്ല. പരിക്കേറ്റ പ്രതിരോധ താരം റാമി ബെൻസെബൈനിയുടെ കുറവ് നികത്താൻ അവർക്ക് തന്ത്രങ്ങളുണ്ട്. അൾജീരിയയുടെ ഗോൾ വല കാക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഫ്രഞ്ച് ഇതിഹാസം സിനദിൽ സിദാന്റെ മകൻ ലൂക്ക സിദാനാണ്. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ 3 ക്ലീൻ ഷീറ്റുകളുമായി റെക്കോർഡ് തീർത്ത ലൂക്കയാണ് അൾജീരിയയുടെ വൺമതിൽ. 1982 ലോകകപ്പിൽ ശക്തരായ പശ്ചിമ ജർമ്മനിയെ 1-2 അട്ടിമറിച്ച പാരമ്പര്യമുള്ളവരാണ് അൾജീരിയ. കൂടാതെ തൊട്ടുമുമ്പത്തെ സൗഹൃദ മത്സരത്തിൽ ഡച്ച് പടയെ 1-0 അവർ തറപറ്റിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ അട്ടിമറി അൾജീരിയ ലക്ഷ്യമിടുന്നു. തന്ത്രങ്ങളുടെ കാര്യത്തിൽ കളി എങ്ങനെയിരിക്കും? അർജന്റീന സാധാരണ പോലെ 70% പന്തടക്കം വെച്ചുകൊണ്ട് എൻസോയിലൂടെയും ഡീപോളിലൂടെയും കളി നിയന്ത്രിക്കാൻ നോക്കും. മറുഭാഗത്ത് അൾജീരിയൻ കോച്ച് വ്ളാഡിമിർ പെറ്റ്കോവിച്ച് ഒരു ലോ ബ്ലോക്ക് പ്രതിരോധമായിരിക്കും തീർക്കുക. ഡിഫൻഡർ ഐസാമന്തിയുടെ നേതൃത്വത്തിൽ അർജന്റീനൻ ആക്രമണങ്ങളുടെ വേഗത കുറയ്ക്കുകയും റിയാദ് മഹ്റസിൻ്റെയും മുഹമ്മദ് അമൂറയുടെയും അതിവേഗ കൗണ്ടർ അറ്റാക്കുകളിലൂടെ അർജന്റീനൻ ഗോൾ വല ചലിപ്പിക്കുകയുമാണ് അവരുടെ ലക്ഷ്യം. പ്രവചനങ്ങളിലേക്ക് കടന്നാൽ അർജന്റീനയ്ക്കാണ് കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്നത്. അവർ മത്സരത്തിൽ പടിപടിയായി ആധിപത്യം സ്ഥാപിച്ച് വിജയിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. എന്നാൽ അട്ടിമറികളുടെ ലോകകപ്പിൽ അൾജീരിയ വിസ്മയം തീർക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിൽ ബ്രസീലിനും സ്പെയിനിനും ഹോളണ്ടിനും ഉറുഗ്വേയ്ക്കും ബെൽജിയത്തിനും താരതമ്യേന ശക്തി കുറഞ്ഞ ടീമുകളിൽ നിന്ന് കയ്പുനീർ കുടിക്കേണ്ടി വന്നതുകൊണ്ട് ആഫ്രിക്കൻ ശക്തികളായ അൾജീരിയയ്ക്ക് അവരുടേതായ ദിവസങ്ങളിൽ ഏത് ടീമിനെയും അട്ടിമറിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് മറന്നുപോകരുത്. നാളത്തെ ഈ സ്വപ്ന പോരാട്ടത്തിൽ നിങ്ങളുടെ പ്രവചനങ്ങൾ എന്താണ്? താഴെ കമൻറ്റ് ചെയ്യൂ. ലോകകപ്പ് വാർത്തകൾക്കായി കളിയോളം സ്പോർട്സ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.